ഞാൻ കഴിഞ്ഞ മാസം കോയമ്പത്തൂർ പോയപ്പോൾ അവിടുത്തെ നോയൽ റിവറിലെ ഒരു ചെക്ക് ഡാം പോയി കണ്ടായിരുന്നു. അവിടുത്തെ കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചേക്കുന്നത്. ഞാൻ കോയമ്പത്തൂർ എന്ന് പറഞ്ഞെങ്കിലും കോയമ്പത്തൂരിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു ചെക്ക് ഡാം ഉള്ളത്. സാധാരണ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ തന്നെ കൃഷിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടേക്കുന്ന ഒരു ചെക്ക് ഡാമാണിത്. ഇതിൻ്റെ കുറച്ച് തുറന്നു വെച്ചേക്കുന്ന ഒരു ഷട്ടർ വഴി വെള്ളം കുത്തി ഒലിച്ച് പോകുന്നതാണ് ഈ കാണുന്നത്. അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് ചെക്ക് ഡാമിൻ്റെ മുകളിൽ കൂടെയും വെള്ളം കവിഞ്ഞൊഴുകി വരുന്നത് കാണാൻ പറ്റും. ഇവിടുത്തെ വെള്ളത്തിന് നല്ല ഉപ്പുരസമാണ്. അതിൻ്റെ കൂടെ ഫാക്ടറി വേസ്റ്റും ബാക്കി മാലിന്യങ്ങളും ഒക്കെ വരുന്നതുകൊണ്ടാണ് ഈ വെള്ളം കുത്തി ഒലിക്കുന്നിടത്തെല്ലാം പതഞ്ഞു പൊങ്ങി വരുന്നത്. ഇതിൻ്റെ മുന്നേ ഉള്ള പല ഷട്ടറുകളും തുറക്കി അടയ്ക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ചെടികൾ പിഴുത് ഇതിൻ്റെ കൂടെ വെള്ളത്തിൻ്റെ കൂടെ വരാറുണ്ട്. അതാണ് ഈ പോകുന്ന വഴിയിലേക്ക് കാണുന്നത്. അത്യാവശ്യം നല്ലോണം ഒഴുകി വരുന്ന വെള്ളമായതുകൊണ്ട് തന്നെ കാല് വയ്ക്കുമ്പോൾ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക് തന്നെ. അതുപോലെ കോയമ്പത്തൂർ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ മഴ പെയ്യുകയാണെങ്കിൽ പാലക്കാട്ട് നല്ല രീതിയിൽ തണുത്ത കാറ്റും അതേപോലെ ചെറിയ രീതിയിൽ ചാറ്റൽ മഴയൊക്കെ ഉണ്ടാവാറുണ്ട് അവിടെ. ഞാൻ ഈ വീഡിയോ എടുത്ത സമയത്ത് കേരളത്തിൽ നല്ല മഴയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇവിടെ നല്ല തണുപ്പുണ്ട്. ഇത് നോയൽ റിവർ എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ സാധാരണ നാട്ടിലെ ഒരു തോട്ടിൻ്റെയൊക്കെ ഒരു വലുപ്പം ഇതിന് വരുന്നുള്ളൂ. ഇതിപ്പോൾ ചെക്ക് ഡാം കെട്ടി നിർത്തിയേക്കുന്നതുകൊണ്ടാണ് ഇത്രയും വെള്ളം കാണുന്നത്. ബാക്കിലോട്ടൊന്നും ഇത്രയും വീതിയൊന്നുമില്ല. ഈ സൈഡിൽ ഫുൾ ഇങ്ങനെ കൃഷിയാണ്. അതേപോലെ നേരത്തെ ഞാൻ കാണിച്ച ഷട്ടറാണത്. ആ ഷട്ടറിൽ നിന്ന് വെള്ളം ഒലിച്ച് വരുന്ന ഭാഗത്തായിട്ട് രണ്ടുപേർ ചൂണ്ടയിടാനിരിപ്പുണ്ട്. ഈ ചെക്ക് ഡാമിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് ടൈപ്പ് പ്ലാന്റ്സും അതേപോലെ പായലും ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. നമ്മൾ സാധാരണ പല വീടിൻ്റെയും ഗാർഡനിലൊക്കെ തണ്ട് മാത്രമുള്ള ഒരു ടൈപ്പ് ചെടി കാണാറുണ്ട്. ആ ടൈപ്പ് അതേപോലത്തെ ഒരു ചെടിയാണ് ഈ നിൽക്കുന്നത്. ആ ഒരു ചെടിയുടെ പൂവാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ മുകളിലായിട്ട് കുറേ നിൽപ്പുണ്ട്. ആ ഡാമിൻ്റെ മുകളിൽ കൂടെ വെള്ളം ഒലിച്ച് വരുന്ന ആ ഭാഗത്ത് വേറെയും കുറേ ചെടികളും കുറേ വേസ്റ്റും ഒക്കെ കിടക്കുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ഈ കാണുന്ന ചെടിയുടെ അടിയിലായിട്ട് ചെറിയ രീതിയിൽ കായൊക്കെ പിടിച്ച് കിടക്കുന്നത് കാണാൻ പറ്റും. ഇങ്ങനെ ഈ ഡാം ഫുള്ള് കണ്ടിട്ട് തിരിച്ച് നടന്നപ്പോഴാണ് ഒരു ചത്ത മുഷി അവിടെ കിടക്കുന്നത് കണ്ടത്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഞാനതിനെ വെറുതെ ഒന്ന് കയ്യിലെടുത്ത് നോക്കി. കയ്യിലെടുത്ത് വെച്ചേക്കുന്നത് കാണുമ്പോൾ അറിയാം നല്ല വലുപ്പമുണ്ട്. ഇതിനിങ്ങനെ എടുത്ത് കയ്യിൽ തൂക്കി പിടിച്ചപ്പോൾ അത്യാവശ്യം ഒരു 2 കിലോ അടുപ്പിച്ച് വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഡാമിൽ നിന്ന് വെള്ളം ഒഴുകി പോകുന്ന ഭാഗത്ത് താഴെയായിട്ട് ചെറിയ തുരുത്തുകളൊക്കെ കാണാൻ പറ്റും. നേരത്തെ വീഡിയോയിൽ കണ്ടതിൽ ഒരാളാണ് അവിടെ നിന്ന് ചൂണ്ടയിടുന്നത്. ഞാനിപ്പോൾ നേരത്തെ ആ കണ്ട ഷട്ടറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇത്രയും വെള്ളം ഒഴുകി പോകുന്നുണ്ടെങ്കിലും ഈ കാണുന്ന പോലെ ഷട്ടറിൻ്റെ അടിഭാഗം മാത്രം കുറച്ചേ ഒന്ന് തുറന്നു വെച്ചിട്ടുള്ളൂ. നേരത്തെ കണ്ട ചേട്ടന്മാർ പിടിച്ച മീനായി കിടക്കുന്നത്. ഇതിനകത്ത് കുറേ ഐറ്റംസ് ഉണ്ട്. കരിമീൻ പോലത്തെ ഐറ്റംസ് ഒക്കെ കിടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ തുറന്ന് കാണിക്കാൻ പറഞ്ഞില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.